ാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കണം. നമ്മൾ കഴിയുന്ന രൂപത്തിൽ പഠിക്കണം. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഫാത്തിഹ സൂറത്ത് തജ്വീദ് അനുസരിച്ച് തെറ്റില്ലാതെ ഓതാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെയുള്ള ഉസ്താദുമാരെയും ഇവിടെ ഊട്ടി മർക്കസിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അതിന്റെ വിശദീകരണത്തിൽ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വിഷയം കൊണ്ടുവന്നത് കാണാം. അതുകൂടി പറഞ്ഞ് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്തു വറക്കന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇദ്ദേഹം ഇന്ന് ഒരല്പസമയം കഴിഞ്ഞാൽ മരണപ്പെടാൻ പോവുകയാണ്. എന്താ പറഞ്ഞത്? ഇദ്ദേഹം മൗത്താവാൻ പോവാണ്, മരിക്കാൻ പോവാണ്. നമ്മളോടാണ് ഇത് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് രാത്രി നമ്മൾ മരിക്കുന്നാണ് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പരിശുദ്ധ ദീനിന്റെ ഖിദ്മയിലേറ്റി തരുമാറാകട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന ഫായിസീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇദ്ദേഹം മരിക്കുകയാണെന്ന് പറഞ്ഞു. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിന്ന് മരണപ്പെടാൻ പോവുകയാണ്, നിങ്ങളിന്ന് മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നബിയെ, ഞാൻ ഇന്ന് മരിക്കുകയാണ്. എന്നാൽ മരിക്കുന്നതിന്റെ മുമ്പായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൽക്കർമ്മം തങ്ങൾ പറഞ്ഞു തരണം. എന്റെ മുന്നിൽ ഇനി കുറഞ്ഞ സമയമുള്ളൂ. ഈ കുറഞ്ഞ വക്തിന്റെ ഉള്ളിൽ ഞാൻ എന്താണ് ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ടത്? ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ നിന്റെ കുടുംബത്തിലേക്ക് പോയിക്കോ, നിന്റെ ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുത്തോ എന്നല്ല, വേഗം പോയി വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചോ എന്നല്ല പറഞ്ഞത്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിന്റെ മുതലുകളൊക്കെ സ്വതക്ക കൊടുത്തോ എന്നല്ല പറഞ്ഞത്, ദാനധർമ്മങ്ങൾ നടത്തിക്കോ എന്നല്ല പറഞ്ഞത്. ഫസ്തഗിൽ ബിത്തഅല്ലും, മോനെ, മരിക്കാൻ പോകുന്ന നിന്റെ മുന്നിൽ കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. ആ സമയത്ത് നിനക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അമല് ഇൽമുമായി ജോലിയാവലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്ത് അത് പഠിക്കലാണ്, ഹദീസുകൾ പഠിക്കലാണ്, അതുപോലെ ഇൽമിന്റെ വഴിയിൽ നീ സമയം മാറ്റിവെക്കലാണെന്ന് ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് കൊണ്ടുവന്നതായി കാണാം. എന്നിട്ട് റാസി ഇമാമു തന്നെ അതിന് വിശദീകരണം പറയുകയാണ്, ഒരാളുടെ ജീവിതത്തിൽ ഇൽമു പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു അമല് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുമായിരുന്നു. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമുള്ള മറ്റൊരു അമലില്ലാത്തത് കൊണ്ടാണ് ഫസ്തഗിൽ ബിത്തഅല്ലും, നീ ഇൽമു പഠിച്ചോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇൽമു